അഡ്വക്കേറ്റ് അനിൽ ബോസ് നോക്കൂ, ഇന്നിപ്പോ ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗം റഹീം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസിന് പേടിയാണ്. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള, അതായത് KPCC അധ്യക്ഷന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാണ് രാഹുലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ എങ്ങനെ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ പേടിയാണ് എന്ന്. നോക്കൂ, അങ്ങനെയൊന്നുണ്ടോ? ഈ ക്രൈം സിൻഡിക്കേറ്റിനെ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾക്ക് വരെ പേടിയാണോ? PJ കുര്യനൊക്കെ എന്തോ പറഞ്ഞ് ചെവിയിൽ എന്തോ പറഞ്ഞാൽ പിന്നെ തലേ ദിവസം ഞാനില്ല സാർ എന്ന നിലയ്ക്കാണ് തകിടം മറിയുന്നത്. മാധു, ഇതിനു മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകരെന്ന് ഞാനിപ്പോൾ ഈ TV യിൽ കണ്ടു. എനിക്ക് പരിചയമില്ല. ഞാൻ ഇന്ന് വരെ ഇവർ മുകേഷിനെതിരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവരെവിടേക്കോ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അവർ AK ശശീന്ദ്രനെതിരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. PK ശശിക്കെതിരെയോ P ശശിക്കെതിരെയോ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഗണേഷ് കുമാറിനെതിരെ സംസാരിച്ച് കണ്ടിട്ടില്ല. ഈ വീറും വാശിയൊന്നും ഞങ്ങളാരും കണ്ടില്ല. ഇപ്പോഴും ഞാൻ ഈ ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനോ അദ്ദേഹം ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി എടുക്കുന്നെങ്കിലും അതിന് പിന്തുണ കൊടുക്കുന്ന അടക്കമുള്ള മനോഭാവത്തോടു കൂടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അല്ലാതെ പ്രതിയെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ആളല്ല ഞാൻ. അത് വളരെ കൃത്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അതാണ്. പിന്നെ ഇവരാരും അതൊന്നും ചെയ്തിട്ടില്ല. ഇവരാരും തന്നെ ഈ വീറും വാശിയും ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, മുകേഷിനെതിരെ സംസാരിച്ചു എന്നാ സ്നേഹിത പറഞ്ഞല്ലോ. എന്ത് നടപടി സ്വീകരിച്ചു CPM? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കട്ടെ. ഇന്നൊരു വിദ്വാൻ പറയുന്നത് കേട്ടു, പിന്നെ സ്ത്രീ വിഷയത്തിൽ ഏറ്റവും നന്നായി പ്രതികരിക്കാൻ കഴിയുന്ന ആളാണ് ഗണേഷ് കുമാർ. ഭാര്യ യാമിനി തങ്കച്ചി പറഞ്ഞത് തൊട്ട് മുഴുവൻ കാര്യങ്ങളും ഒരു സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള മുഴുവൻ കൊള്ളകളും നടത്തിയ ഒരു പെൺ ലംബടൻ, അങ്ങനെ തന്നെ ഞാൻ പറയാം, സ്ത്രീ ലംബടൻ മന്ത്രിയായിട്ടിരിക്കുക. അവരിയ്ക്കുന്ന ഗവൺമെൻറ് എവിടെ ഇരിക്കുന്നത്? പിന്നെ പറഞ്ഞു, ഞങ്ങൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല കുഞ്ഞെ. ആ മാധ്യമപ്രവർത്തകയായ കുഞ്ഞിനോട് ഞാൻ പറയുകയാണ് കേട്ടോ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല കേരളത്തിലെ DGPയെ നിയന്ത്രിക്കുന്നത്. അല്ല, കുഞ്ഞായാലും വലുതായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല പോലീസിനെ നിയന്ത്രിക്കുന്നത്. അല്ല, പറഞ്ഞു തരാം. ഏത് മാധ്യമപ്രവർത്തകയായാലും ഞാൻ പറയാം, കേരള പോലീസിനെ നിയന്ത്രിക്കുന്ന KPCC ആണോ? പ്രതികളെ തേടി പോലീസ് പോകുമ്പോൾ അതാത് സമയങ്ങളിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് KPCC ആണോ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? ഒരു ചർച്ചയിൽ വന്ന് വർത്തമാനം പറയുമ്പോൾ ഉത്തരവാദിത്തപൂർവ്വം വർത്തമാനം പറയണ്ടേ? ഇവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ആളോട് വേറെ പണിക്ക് പോകാൻ പറയുന്നേ, വേറെ പണിക്ക് പോകാൻ പറ. ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ രോഷം അവിടെ കാണട്ടെ. ആ തിരുമുമ്പിൽ ചെല്ലുമ്പോൾ പഞ്ചപുച്ഛടക്കി നിൽക്കുകയാണല്ലോ, ഒരാളുടെ നാവ് പൊങ്ങുന്നില്ലല്ലോ. ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരാൾ കോവിഡ് കാലത്ത് ഈ നാട് വിട്ടു പോയല്ലോ. ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടിയല്ലേ പോയത്? അല്ലേ? ആ പോലീസിൻ്റെ നടപടികളെ നിങ്ങൾ ചലഞ്ച് ചെയ്തോ? ആ പോലീസിൻ്റെ വീഴ്ചകളെ, ആഭ്യന്തരമന്ത്രിയുടെ പരാജയത്തെ, കേരളത്തിൻ്റെ പോലീസിൻ്റെ പരാജയത്തെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു പെൺപിടിയനാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത പോലീസിന് നാണക്കേടാണെന്നേ. ആ പോലീസിൻ്റെ പണി ആരാണ് നിയന്ത്രിക്കേണ്ടത്? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. അയക്കെതിരെ സംസാരിക്കും നിങ്ങൾ. എന്താ നിങ്ങളുടെ നാവ് പൊങ്ങാത്തത്? എന്താണ് നിങ്ങളുടെ നാവ് പൊങ്ങാത്ത? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേര് നിങ്ങൾ പരാമർശിച്ചല്ലോ ഇവിടെ. അദ്ദേഹത്തിനെതിരെ പേര് വെക്കാത്ത ഒരു ഊമക്കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് DGPക്ക് കൈമാറാനുള്ള മര്യാദയും ഔചിത്യവും കാണിച്ച രാഷ്ട്രീയ നേതാവാ സണ്ണി ജോസഫ്. അത് മറന്ന് വർത്താനം പറയരുത്. മനസ്സിലായില്ലേ? സ്വന്തം പാർട്ടിയുടെ ഒരു കോൺഗ്രസിന്റേതായിരുന്ന MLA കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടേക്ക് കേന്ദ്രീകരിച്ച് ജയിപ്പിച്ചെടുത്ത MLA മൂന്നാമത്തെ പരാതിയിൽ അകത്ത് പോകുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പോയി സംസാരിക്കണം. അല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ പോയി സംസാരിക്കണം. നിങ്ങൾ ജയിപ്പിച്ചെടുത്ത നിങ്ങളുടെ സ്ഥാനാർത്ഥി സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിൽ പോകുമ്പോൾ CPM-നെതിരെ സംസാരിക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കണം. എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് മാധു, എന്റെ പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുമ്പോൾ എനിക്ക് കാർക്കശ്യം ഉണ്ടാകുമെന്ന് ഞാൻ കാർക്കശ്യവും മാന്യതയും രണ്ടും രണ്ടാണ്. കാർക്കശ്യവും മാന്യതയും രണ്ടും രണ്ടാണ് കേട്ടോ. കാർക്കശ്യമൊന്നുമല്ല. അപ്പുറത്തിരിക്കുന്നവരെ വിമർശനം ഉന്നയിക്കുന്നവരെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നതല്ല കാർക്കശ്യം. അങ്ങ് പറയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചോ, അവിടെ കാണട്ടെ ആർജവം, എവിടെ ആർജവം കാണിക്കണമെന്നുള്ള ആളുകൾ KPCC-യുടെ തീരുമാനിക്കേണ്ടത്.
എവിടെ ആർജവം കാണിക്കണം, ഏത് വിഷയത്തിൽ സംസാരിക്കണം എന്നുള്ള കാര്യം KPCCയുടെ തിട്ടൂരനുസരിച്ചാണോ ആളുകൾ തീരുമാനിക്കേണ്ടത്? അവർ സംസാരിച്ചിട്ടുണ്ട് പല വിഷയങ്ങളിൽ എന്ന ധാരണ എനിക്കുള്ളതുകൊണ്ടാണ്. ശരണ്യ എം ചാരു ഏത് വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു അത് രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ അതിൽ പരിഗണിക്കപ്പെടുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യങ്ങളാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങയെ വിളിച്ച അതേ ഞാൻ ബഹുമാനത്തോടു കൂടി അവരെ ക്ഷണിച്ചത്. അങ്ങ് അവരെ കുഞ്ഞെന്ന് വിളിക്കുന്നു. അങ്ങ് അവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങേക്ക് അറിയാത്ത ഒരാൾ എവിടെയൊക്കെ സംസാരിച്ചു അങ്ങേക്ക് എങ്ങനെ അറിയാം? അങ്ങേക്ക് എങ്ങനെ അറിയാം? ഞാൻ എന്താ ചോദിക്കേണ്ടത്? ഒരു പ്രതി ഒളിച്ചു പോയപ്പോൾ പോലീസിന് കൃത്യമായി പോലീസ് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് ഇവിടെ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് പോലീസിന്റെ കഴിവുകേടാണല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോ? ഞാൻ CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. CPM-ന്റെ പ്രതിനിധി ചർച്ചയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കേണ്ടത്. ആ ചോദ്യം ഞാൻ CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കേണ്ടത്. മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിച്ചാൽ അതെങ്ങനെ ശരിയാവാ? നിങ്ങൾ 2-3 പേര് മതിയല്ലോ. അത് കൊള്ളാവുന്ന കാര്യമാണ്. അല്ല, അത് കൊള്ളാവുന്ന കാര്യമാണ്. 10 വർഷം അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി 10 വർഷവും സർക്കാരിനോടാണ് എല്ലാ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കുന്നത്. വല്ലപ്പോഴും കോൺഗ്രസിനോട് എതിരെ വരുന്ന വിഷയങ്ങളിൽ അതും പ്രതിപക്ഷത്തിരുന്ന അഴിമതി, പ്രതിപക്ഷത്തിരുന്ന കേസുകൾ ഇതൊക്കെ ഉണ്ടാക്കി മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വലിയ നോവ്. 365 ദിവസത്തിൽ 300 ദിവസവും സർക്കാരിനെതിരെയാകും സ്വാഭാവികമായ ചർച്ചകൾ. വിഷയങ്ങൾ സർക്കാരിന്റെ പ്രതിരോധത്തിലായിരിക്കും. 5-10 ദിവസം കോൺഗ്രസിനെതിരെ ചർച്ച വരുമ്പോൾ നോവ്, വേദന, അയ്യോ, നിലവിളി. എന്തൊരു കഷ്ടമാണിത്. ഒന്നും ചോദിച്ചുകൂടാ. അപ്പുറത്തൊരു ആരോപണം ഉന്നയിക്കുന്ന കുഞ്ഞ്, ഏത് വകയാ കുഞ്ഞ്, ഏത് വകയാ കുഞ്ഞ്? ഞാനിവിടെ കുഞ്ഞുങ്ങളെ ഒന്നും വിളിച്ചിട്ടില്ല. ശരി, പോകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അങ്ങോട്ട് ശകാരിച്ചില്ലാണ്ടാക്കുക. അതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് എടുത്താൽ മതി. ശരി.